മമ്മൂട്ടി ആരാധകരെ ശാന്തരാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയോ എന്ന കാര്യം കൂടി പരിഗണിക്കണേ. മമ്മൂട്ടി ആരാധകരെ ശാന്തരാകുവിൻ. മമ്മൂട്ടി ആരാധകർക്കുള്ള ഒരു അനൗൺസ്മെന്റ് വീഡിയോയാണ് കഴിഞ്ഞ ദിവസം വന്നത്. വീഡിയോ എന്ന് പറയുന്നതിനുപരി അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ മലയാളക്കരയാകെ, പ്രത്യേകിച്ച് മമ്മൂട്ടി സ്നേഹികളുടെ ഇടയിൽ വന്നിരിക്കുന്ന വാർത്ത. മറ്റൊന്നുമല്ല, D55 എന്ന പേരിൽ ധനുഷും മമ്മൂട്ടിയും ഒരുമിക്കുന്ന ഒരു സിനിമയെക്കുറിച്ച് കേട്ടിരുന്നല്ലോ. ആ സിനിമയുടെ അനൗൺസ്മെന്റ് ടൈറ്റിൽ വീഡിയോ വന്നിരുന്നു. പക്ഷെ അതിൽ മമ്മൂട്ടി ഇല്ലാത്തത് ആരാധകരെ ഏറെ നിരാശപ്പെടുത്തി എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ആരാധകർ അതിന് ചുവടെ കമന്റുകളുമായി എത്തി. അപ്പോഴേ തന്നെ സംവിധായകൻ ഈ ചിത്രത്തിന്റെ സ്പെഷ്യൽ ക്യാരക്ടർ ടീസർ വേറെ വരുമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. D55 സംവിധായകൻ അമരൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ധനുഷിനെ നായകനാക്കി ഒരുക്കുന്ന സിനിമയാണിത്. രാജ്കുമാർ പെരിയസ്വാമി എന്ന് പറഞ്ഞ ഈ സിനിമയുടെ സംവിധായകൻ മമ്മൂട്ടിയെ പ്രത്യേകമായിട്ട് അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയി വലിയൊരു തുക തന്നെയാണ് അദ്ദേഹത്തിന് സാലറി ആയിട്ട് കൊടുക്കുന്നത്. അത് തന്നെ വലിയൊരു റെക്കോർഡായിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ രാജ്കുമാർ പെരിയസ്വാമി ഒരുക്കുന്ന സിനിമയുടെ പ്രഖ്യാപന ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ ഒന്നായിരുന്നു. മമ്മൂട്ടി ആരാധകർക്ക് വിഷമം ഉണ്ടാകണ്ട എന്ന് കരുതി തന്നെയാണ് അദ്ദേഹം ഒരു കുറിപ്പ് കൂടി പങ്കുവച്ചിരിക്കുന്നത്. സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്ന മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള താരമാണ്. അതുകൊണ്ട് തന്നെ പേരൻപിന് ശേഷം മമ്മൂട്ടി വീണ്ടും തമിഴിലെത്തുന്ന സിനിമയുടെ ടൈറ്റിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ വലിയ രീതിയിൽ തന്നെ തമിഴ് പ്രേക്ഷകരും ഈ സിനിമയുടെ ടൈറ്റിലിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോയിൽ പക്ഷെ മമ്മൂട്ടി ഇല്ലാത്തത് ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നു. ഓം എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ 2 ഭാഗങ്ങളിലായിട്ടാണ് വരുന്നത് എന്നുള്ള സൂചനയും ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നൽകുന്നതിനൊപ്പം തന്നെ സൂചിപ്പിച്ചിരുന്നു. ഓം ചാപ്റ്റർ 1 ഉദ്ദിരം ദ ബ്ലഡ് വുഡ് എന്നാണ് ആദ്യ ഭാഗത്തിന് നൽകിയിരിക്കുന്ന പേര്. 2.5 മിനിറ്റിൽ അധികം നീണ്ടു നിൽക്കുന്ന വീഡിയോയിൽ പക്ഷെ ധനുഷിനെ മാത്രമായിരുന്നു കാണിച്ചിരുന്നത്. ഇതോടെ മമ്മൂട്ടി എവിടെയെന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നെങ്കിലും മമ്മൂട്ടിയുടെ ക്യാരക്ടർ ടീസർ പ്രത്യേകം ഇറക്കുമെന്ന വാഗ്ദാനമാണ് സംവിധായകൻ മറുപടിയായി നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി എവിടെയെന്ന ചോദ്യം ഉയർന്നതോടെ സംവിധായകൻ ഇത് സംബന്ധിച്ച സൂചനകൾ വ്യക്തമായി നൽകിയിരിക്കുകയാണ്. ധനുഷിന്റെ വണ്ടർ ബാർ ഫിലിം ആർടേക്ക് സ്റ്റുഡിയോസുമായി സഹകരിച്ച് പാൻ ഇന്ത്യൻ ലെവലിലായി ഈ സിനിമ ഒരുക്കുന്നത്. ധനുഷ്, മമ്മൂട്ടി എന്നിവർക്ക് പുറമെ സായി പല്ലവി, ശ്രീലീല തുടങ്ങിയവരും സിനിമയിൽ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. തമിഴ്, ഹിന്ദി, തെലുങ്ക് ഭാഷകളിലായിട്ടാണ് സിനിമ റിലീസ് ചെയ്യുക. ഏതായാലും ഈ സിനിമ മമ്മൂട്ടിയുടെ വലിയൊരു ഹിറ്റായി മാറുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടിക്ക് കുറച്ചു കാലങ്ങളായിട്ട് തമിഴിലും അതുപോലെ തന്നെ മലയാളത്തിലും വൻ വിജയങ്ങളില്ല. വൻ വിജയങ്ങൾ എന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യമായി മാറിയിരിക്കുകയാണ്. സിനിമ ഇൻഡസ്ട്രിയിലെ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് അത് ആവശ്യമാണെന്നാണ് ബിസിനസ് പേഴ്സൺസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സിനിമ വൻ വിജയം നേടുക എന്നുള്ളത് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിനൊന്നും തന്നെ ഇനി പ്രൂവ് ചെയ്യാനില്ല. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിലുള്ള, പാൻ ഇന്ത്യൻ ലെവലിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സ്വീകാര്യതയെ കൂടുതൽ ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയെ കൊണ്ട് മമ്മൂട്ടി വരെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഏതായാലും ധനുഷ് നായകനെത്തുന്ന ഈ സിനിമ ധനുഷിനും കുറച്ചു കാലങ്ങളായിട്ട് അത്ര നല്ല കാലമല്ല. അതുകൊണ്ട് ഓം എന്ന സിനിമ, അമരൻ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വരുന്ന ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ലൊരു കഥയാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും രാജ്കുമാർ പെരിയസ്വാമി മമ്മൂട്ടിയെ വിളിച്ചിരിക്കുന്നത് ചില്ലറ ഒരു കഥാപാത്രമായിട്ടായിരിക്കില്ല എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പതിവിന് വ്യത്യസ്തമായി ഈ സിനിമ അവിടെ വലിയൊരു വിജയം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ധനുഷിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിലും പറയുന്നത്. ഏതായാലും കാത്തിരിക്കാം. ഓം എന്ന സിനിമ, ഓം ചാപ്റ്റർ 1 ദ ബ്ലഡ് വുഡ് എന്ന സിനിമ വൻ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വരുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് പിന്റോ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.